ഇന്ന് നമ്മള് സുബ്രഹ്മണ്യ ദർശനം, അതായത് നമ്മളെ സുബ്രഹ്മണ്യ സ്വാമിയെ പറ്റി ഒന്ന് രണ്ട് വാക്കുകൾ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മളെ തൈപ്പൂയൊക്കെ കൊണ്ടാടാൻ പോവുകയാണല്ലോ. അതിന് മുമ്പായിട്ട് നമ്മളെ സുബ്രഹ്മണ്യ സ്വാമിയുടെ ആരാധനയ്ക്കുള്ള മൂർത്തിഭാവമാണ് തൈപ്പൂയമൊക്കെ. സുബ്രഹ്മണ്യ സ്വാമിയെ ആരാധിക്കുന്നതിന്റെ ഒരു ആഘോഷമായിട്ട് കാണുന്ന ഒരു ഉത്സവമാണ് തൈപ്പൂയം. തൈമാസം വരുന്ന പൂയ നക്ഷത്രം. അപ്പൊ ഈ സുബ്രഹ്മണ്യ സ്വാമി ആരാണെന്ന് നമുക്കൊന്ന് നോക്കാം. സുബ്രഹ്മണ്യ സ്വാമി വന്നിട്ട് അങ്ങേര് മുരുകൻ, കാർത്തികേയൻ അല്ലെങ്കിൽ സ്കന്ദൻ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ഒരു ദേവതയാണ്. സുബ്രഹ്മണ്യ സ്വാമി വന്നിട്ട് മുരുകൻ, കാർത്തികേയൻ അല്ലെങ്കിൽ സ്കന്ദൻ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ഒരു ദേവതയാണ്. ഹിന്ദു മതത്തില് പ്രമുഖ ദേവതകളിൽ ഒരാളാണ് സുബ്രഹ്മണ്യ സ്വാമി. പ്രത്യേകിച്ച് ഈ ദക്ഷിണ ഇന്ത്യയിൽ, ശ്രീലങ്കയിൽ തമിഴ് സമുദായങ്ങൾ എവിടെയൊക്കെ കൂടുതലായിട്ടുണ്ടോ അവിടെയൊക്കെ അവരെല്ലാരും വിശ്വസിക്കുന്ന ഒരു പ്രധാന ദേവതയാണ്, അവരെല്ലാരും പ്രാർത്ഥിക്കുന്ന, അവരെല്ലാരും ആരാധിക്കുന്ന ഒരു ദേവതയാണ് സുബ്രഹ്മണ്യ സ്വാമി. ഈ സുബ്രഹ്മണ്യ സ്വാമി ആരാണ്? അദ്ദേഹം ശ്രീ ഭഗവാൻ ശിവനും ഭഗവതി പാർവതിയുടെയും പുത്രനാണ്. നമ്മുടെ ഗണപതിയുടെ അനിയനും കൂടെയാണ്. നമ്മുടെ ഗണപതിയുടെ അനിയനും ശിവന്റെയും പാർവതിയുടെയും പുത്രനുമാണ്. ഈ സുബ്രഹ്മണ്യന് സാധാരണഗതിയില് ഒരു യുദ്ധത്തിന്റെയും ജ്ഞാനത്തിന്റെയും യൗവനത്തിന്റെയും വൈരാഗ്യത്തിന്റെയും ദേവനായി കണക്കാക്കപ്പെടുന്നു. നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാകും, ഒരു കാലത്ത് മറ്റേ നാരദനൊരു മാമ്പഴം കൊണ്ട് കൊടുത്തപ്പോൾ ഭൂമി അമ്മയും അച്ഛനെയും ചുറ്റി വരുന്നവർക്ക് ഈ മാമ്പഴം നൽകാമെന്ന് പറഞ്ഞപ്പോൾ മുരുകൻ, സുബ്രഹ്മണ്യൻ ലോകം മുഴുവൻ ചുറ്റാനായിട്ട് മയിലിൽ കയറി പോയി എന്നും നമ്മുടെ ഗണപതി അമ്മയും അച്ഛനും തന്നെയാണ് ലോകമെന്ന് പറഞ്ഞിട്ട് ശിവനെയും പാർവതിയും ചുറ്റിക്കഴിഞ്ഞെന്നും ഈ സുബ്രഹ്മണ്യൻ ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങിയിട്ട് വരുമ്പോഴത്തേക്കും ഈ മാമ്പഴം ഗണപതിയുടെ കയ്യിൽ അവർ കൊടുക്കുന്നതൊക്കെ കണ്ട് ദേഷ്യപ്പെട്ടിട്ട് നേരെ അമ്മയുടെ അച്ഛനടുത്ത് ദേഷ്യപ്പെട്ട് നേരെ പോയിട്ട് പഴനിമലയിൽ പോയി നിന്നു എന്നാണ് കഥ പറയുന്നത്. അപ്പൊ അതില് അത്രയ്ക്ക് വൈരാഗ്യമുള്ള ആളാണ്. അപ്പൊ വൈരാഗ്യത്തിന്റെയും അതുപോലെ തന്നെ ധൈര്യത്തിന്റെയും വിജയത്തിന്റെയും പ്രതീകമായും വൈരാഗ്യത്തിന്റെയും പ്രതീകമായി അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന് പ്രത്യേക സവിശേഷതകൾ എന്താണെന്ന് വെച്ചാല് അദ്ദേഹം ഒരു വിജയത്തിന്റെ പ്രതീകമാണ്. എല്ലാത്തിൽ നിന്നും വിജയത്തിന്റെ പ്രതീകമാണ് അദ്ദേഹം. എന്തെങ്കിലും ഒരു യുദ്ധത്തിൽ പോവുകയാണെങ്കിൽ, എന്തെങ്കിലും ഒരു പരീക്ഷയ്ക്ക് പോവുകയാണെങ്കിൽ, എന്തെങ്കിലും നമുക്കൊരു വിജയം നമ്മൾക്ക് ആകർഷിക്കുകയാണെങ്കിൽ സുബ്രഹ്മണ്യന്റെ സഹായം നല്ലതായിരിക്കണം എന്ന് പറയുന്നത്. അദ്ദേഹം വന്നിട്ട് ദേവസേനാപതിയാണ്. നമ്മുടെ ദേവന്മാരുടെയൊക്കെ കമാൻഡർ ഇൻ ചീഫ് ഓഫ് ആർമിയാണ്. ദേവസേനാപതി, അതായത് ദേവന്മാരുടെയൊക്കെ സേനാധിപതിയാണ്, നമ്മുടെ ദൈവിക സേനാധിപതിയാണ്. ദൈവിക സേനയുടെ നായകനായിട്ടും അദ്ദേഹം അറിയപ്പെടുന്നു. ദുഷ്ടനായ ശൂരപത്മനെ തകർത്ത അദ്ദേഹത്തിന്റെ വിജയം നല്ലതിനെ ദുഷ്ടതയിലെ ജയമായും നല്ലതിന്റെ ദുഷ്ടതയിലെ ജയമായും പ്രതിനിധീകരിക്കപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ദൈവിക ആയുധം വേലാണ്. ഈ വേല് വന്നിട്ട് പാർവതി അദ്ദേഹത്തിന് കൊടുത്തതാണ്. അദ്ദേഹത്തിന്റെ അമ്മയായ പാർവതി അദ്ദേഹത്തിന് കൊടുത്തതാണ് ഈ വേല്. പാർവതി ദേവിയാൽ പ്രദാനം ചെയ്യപ്പെട്ട വേൽ അദ്ദേഹത്തിന്റെ മുഖ്യ ആയുധമായിട്ട് കണക്കാക്കപ്പെടുന്നു. ഈ വേൽ എന്ന് പറയുന്നത് ജ്ഞാനത്തിന്റെയും ശക്തിയുടെയും അജ്ഞാനനാശത്തിന്റെയും പ്രതീകം കൂടിയാണ്. ജ്ഞാനത്തിന്റെയും ശക്തിയുടെയും അജ്ഞാനനാശത്തിന്റെയും പ്രതിനിധി കൂടിയാണ്, പ്രതീകം കൂടിയാണ്. അപ്പൊ നിങ്ങൾക്കൊക്കെ അറിയാം, നമ്മൾ ഈ തൈപ്പൂ സമയത്ത് ഈ വേലിനെയാണ് നാക്കിനകത്തും കവലിനകത്തും ഒക്കെ കുത്തി ഭക്തന്മാർ പ്രാർത്ഥിക്കുന്നത് ഭഗവാൻ സുബ്രഹ്മണ്യനെ. സുബ്രഹ്മണ്യന് 6 മുഖങ്ങൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഷൺമുഖൻ എന്നാണ് പേരും ചിലപ്പോൾ വിളിക്കാറുണ്ട്. അദ്ദേഹത്തിന് 6 മുഖങ്ങളുള്ള ദൈവങ്ങളായി ചിത്രീകരിക്കപ്പെടുന്നുണ്ട്. ഇത് സർവാധിത്യത്തിന്റെയും സർവജ്ഞത, എല്ലാ ദിശകളിലുമുള്ള ദർശന ശക്തി എന്നിവയാണ് പ്രതിനിധീകരിക്കുന്നത്. ഈ അദ്ദേഹത്തിന്റെ 6 മുഖം എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത്? സർവവ്യാപിത്വം, അദ്ദേഹം എല്ലായിടത്തും വ്യാപിച്ചിട്ടുണ്ടെന്നുള്ളതും, സർവജ്ഞത, എല്ലാത്തിലും അദ്ദേഹം ഉണ്ടെന്നുള്ളതും, അതേപോലെ എല്ലാ ദിശകളിലും അദ്ദേഹത്തിന്റെ ദർശന ശക്തി വ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതും കൂടെ പ്രതിനിധീകരിച്ചിട്ടാണ് അദ്ദേഹത്തിന് 6 മുഖങ്ങൾ ഉള്ളതായിട്ട് പറയുന്നത്. ഈ മുരുകന്റെ വാഹനം മയിലാണ്. അദ്ദേഹത്തിന്റെ വാഹനം മയിൽ. ഇത് അഹങ്കാരത്തിന്റെയും അഭിമാനത്തിന്റെയും നാശത്തെയും പ്രതിനിധീകരിക്കുന്നു. അഹങ്കാരത്തിന്റെയും അഭിമാനത്തിന്റെയും
നാശത്തെയാണ് ഈ മയിൽ പ്രതിനിധീകരിക്കുന്നത്. കൂടാതെ അദ്ദേഹത്തിന്റെ കൂടെ നമ്മൾ എപ്പോഴും ഒരു കോഴിയെയും കൂടെ കാണാം. എന്താണ് ഈ കോഴിയുടെ പ്രാധാന്യം എന്ന് വെച്ചാല് അത് അദ്ദേഹത്തിന്റെ കൂടെയുള്ള അനുബന്ധമാണ്. ഈ പടങ്ങളിൽ ഒരു കോഴി അവിടെ നിൽക്കുന്നത് കാണാം. ഇത് ഉദയവും, കോഴിയാണല്ലോ നമ്മളെ ഉദയത്തിന്റെ തുടക്കമൊക്കെ കാണിക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് കോഴി പോകുമ്പോഴാണ് നമ്മൾ ഉദയം അറിയുന്നത്. അപ്പോ ഈ ഉദയവും പുതിയ തുടക്കവും, എന്ത് കാര്യത്തിന്റെ പുതിയ തുടക്കം ഈ കോഴി കാണിക്കുന്നു എന്നാണ്, കോഴി പ്രതിനിധീകരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. അറുപടേ വീട് എന്ന് വെച്ചാൽ തമിഴ്നാട്ടില് 6 പ്രധാന കേന്ദ്രങ്ങളിലാണ് ഈ അറുപടേ വീട് മുരുകനെ ആരാധിക്കുന്നത്. തമിഴ്നാട്ടിലെ 6 പ്രധാന കേന്ദ്രങ്ങളിലാണ് മുരുകന്റെ അമ്പലങ്ങളുള്ളത്. ഇവിടെയാണ് മുരുകനെ ജനങ്ങൾ ആരാധിക്കുന്നത്. അവയാണ് മുരുകന്റെ ജീവിതത്തിലെ ഓരോ പ്രധാന സംഭവങ്ങൾ ചിത്രീകരിക്കുന്ന ഓരോ പ്രധാന സംഭവങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഈ 6 സ്ഥലങ്ങളും. ആ 6 സ്ഥലങ്ങളിലും മുരുകന്റെ പ്രതീക്ഷയുണ്ട്. അപ്പൊ ഈ 6 വീടുകളും 6 സ്ഥലങ്ങളും ഒരുമിച്ച് പോവുക എന്നുള്ളത് ചിലരുടെ പ്രാർത്ഥന കൂടിയാണ്. എന്തൊക്കെയാണ് ഈ 6 സ്ഥലങ്ങൾ ചോദിച്ചാൽ, തിരുത്തണി, ചെന്നൈയുടെ തമിഴ്നാട്ടിലെ ഏറ്റവും വടക്കുള്ള തിരുത്തണി, തമിഴ്നാട്ടിലെ ഏറ്റവും തെക്കുള്ള തിരുച്ചെന്തൂർ, പിന്നെ ഏറ്റവും തിരുച്ചിക്കടുത്തുള്ള സ്വാമിമല, പിന്നെ നമുക്ക് തമിഴ്നാടിന്റെ നടുക്കുള്ള മധുരയ്ക്കടുത്തുള്ള പഴനി, പിന്നെ അതിൻ്റെ അടുത്തുള്ള തിരുപ്പരംകുന്റം, പിന്നെ പഴമുതിർച്ചോല. തിരുത്തണി, തിരുച്ചെന്തൂർ, സ്വാമിമല, പഴനി, തിരുപ്പരംകുന്റം, പഴമുതിർച്ചോല എന്നിവയാണ് ഇദ്ദേഹത്തിന്റെ വാസസ്ഥലം എന്ന് പറയപ്പെടുന്നത്. അദ്ദേഹത്തിന് ആരാധിക്കുന്ന സ്ഥലത്തിലെ പ്രധാനപ്പെട്ടത്. ധാരാളം അടുത്ത അമ്പലങ്ങളുണ്ട്, പക്ഷേ ഈ 6 അമ്പലവുമാണ് വളരെ പ്രധാനപ്പെട്ട അമ്പലങ്ങൾ. ഉത്സവങ്ങൾ എന്തൊക്കെയാണ്? തൈപ്പൂയം നമ്മൾ പറഞ്ഞിട്ട്, തൈപ്പൂയം വരാൻ പോകുന്നുണ്ട് ഈ മാസം 11, ഫെബ്രുവരി മാസം 11-ാം തീയതി തൈപ്പൂയം വരാൻ പോകുന്നത്. തൈ മാസം വരുന്ന പൂയ നക്ഷത്രം, അതായത് അന്നാണ് ഭഗവതി അദ്ദേഹത്തിന് വേല് നൽകിയ ദിവസം എന്ന് ആ ദിവസം ആഘോഷിക്കപ്പെടുന്നു. അതുപോലെ തന്നെ സ്കന്ദഷഷ്ടി, ഈ വേല അമ്മ കൊടുത്തത് ശൂരപത്മനെ വധിക്കുവാനാണ്. അപ്പൊ ശൂരപത്മനെ വധിക്കുവാനായിട്ടാണ് ഈ കന്ദഷഷ്ടി ആഘോഷിക്കുന്നത്. അപ്പൊ സൂര്യപത്മനെ നേരിടുന്നതിൽ അദ്ദേഹത്തിന്റെ സൂര്യപത്മനെ നേരിടുന്നതിൽ അദ്ദേഹത്തിന്റെ വിജയത്തെ അനുസ്മരിക്കുന്ന ദിവസമാണ് ഈ സ്കന്ദഷഷ്ടി ശുദ്ധം. അപ്പൊ ഈ സ്കന്ദഷഷ്ടി കവശം നമ്മള് ഈ സുപ്രഭാതം കേൾക്കുന്നത് പോലെ, ഈ വെങ്കടേശ്വര സുപ്രഭാതം നമ്മൾ എല്ലാവരും കേൾക്കുന്നത് പോലെ, തമിഴ്നാട്ടിൽ എവിടെ ചെന്നാലും നിങ്ങൾക്ക് കന്ദഷഷ്ടി കവശം കേൾക്കാം. துதிப்போர்க்கு வல்வினை போல் துன்பம் போர் நெஞ்சில் பதிப்போர்க்கு செல்வம் பலித்து கருத்து நிஷ்டையை கைகூடும் நிபுணர்கள் கண்டர் சிருஷ்ടി കവശന്തനെ അമരനിടത്തിൽ ധീരം അമരം പുരിந்த കുമരനെ കുറേതൊക്കെ പറഞ്ഞിട്ട് കന്തർസൃഷ്ടി കവശമുണ്ട്. അത് മിക്കവാറും എല്ലാ സ്ഥലത്തും നിങ്ങൾക്ക് തിരിച്ചും പറിച്ചും കേൾക്കാൻ പറ്റും. അത് തമിഴ്നാട്ടിൽ പ്രത്യേകമായിട്ടുള്ള ഒരു ആരാധന ശ്ലോകമാണ്. നമ്മുടെ ഈ വെങ്കടേശ്വര സുപ്രഭാതം പോലെ തന്നെയാണ് കന്തർസൃഷ്ടി കവശവും. പിന്നെ ലോർഡ് സുബ്രഹ്മണ്യൻ ധൈര്യത്തിന്റെയും ജ്ഞാനത്തിന്റെയും ദൈവിക സ്നേഹത്തിന്റെയും പ്രതീകം കൂടിയാണ്. അതായത് സുബ്രഹ്മണ്യ സ്വാമി ധൈര്യത്തിന്റെ, ജ്ഞാനത്തിന്റെ, ദൈവിക സ്നേഹത്തിന്റെയും പ്രതീകമാണ്. ഇദ്ദേഹം സംരക്ഷണവും മാർഗനിർദ്ദേശവും ആത്മവളർച്ചയും. സംരക്ഷണം വേണം, മാർഗനിർദ്ദേശം വേണം. എന്തെങ്കിലും കാര്യത്തിന് നമുക്ക് ഒരു മാർഗനിർദ്ദേശം വേണം. എന്തെങ്കിലും കാര്യത്തിന് നമ്മൾ പോകുമ്പോൾ നമുക്കൊരു സംരക്ഷണം വേണം, നമുക്കൊരു ആത്മീയ വളർച്ചയും വേണം എന്ന് ഇതൊക്കെ തേടുന്ന ഭക്തന്മാർ അദ്ദേഹത്തിനെ ആരാധിക്കുന്നുണ്ട്. ഓം സുബ്രഹ്മണ്യായ നമഃ. വെറ്റിവേൽ വീരവേൽ.